നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഓപ്പറേഷൻ സിന്ദൂർ വൻ വിജയമെന്ന് അജിത് ഡോവൽ. 3 പാക് വ്യോമതാവളങ്ങൾ ആക്രമിച്ചു. 9 ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിൽ രാത്രി 10-ന് തലസ്ഥാനത്ത്. BJP സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം നാളെ. വാർഡ് തല നേതൃയോഗത്തിലും പങ്കെടുക്കും. കേരള സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയിലേക്ക്. നീക്കം സർവകലാശാലയുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നതിനാൽ നിയമ നടപടി അനിവാര്യമെന്ന് ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ. സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാറിന്റെ ഫയലുകൾ ഏറ്റെടുത്തു വീശി. സ്കീം വിവാദത്തിൽ മന്ത്രിയുടെ ന്യായീകരണം. സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ആർ ബിന്ദു. ശാസ്ത്രീയ ഫോർമുല നിർദ്ദേശിച്ചത് വിദഗ്ധ സമിതി. സർക്കാർ നടപടിയിൽ വലഞ്ഞ് കേരള സിലബസുകാർ. കേന്ദ്ര സർക്കാരിനെ വീണ്ടും പ്രശംസിച്ച് ഡോക്ടർ ശശി തരൂർ. മോദി സർക്കാർ ദേശീയതയ്ക്കൊപ്പം. രാജ്യത്തെ അടിസ്ഥാന നയങ്ങൾ അപ്പാടെ മാറി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഭാരതം ഏറെ മുന്നിലെന്നും തരൂർ. നിമിഷപ്രിയയുടെ വിവരങ്ങൾ തേടി അറ്റോർണി ജനറൽ. നീക്കം സുപ്രീം കോടതി തിങ്കളാഴ്ച കേസ് പരിഗണിക്കാനിരിക്കെ ഇടപെടൽ തേടി പ്രധാനമന്ത്രിക്കും വിദേശകാര്യ മന്ത്രാലയത്തിനും പരാതികൾ. കേന്ദ്രം കൊടുത്തിട്ടും കാരുണ്യ പദ്ധതി കൈയൊഴിഞ്ഞ് കേരളം. സംസ്ഥാനം പണം നൽകാത്തതിൽ പ്രതിസന്ധി. 568 കോടി കുടിശ്ശികയിൽ കൊടുത്തത് 100 കോടി മാത്രം. കേന്ദ്രം കുടിശ്ശിക വരുത്തിയിട്ടില്ലെന്ന് തുറന്നു സമ്മതിച്ച ആരോഗ്യമന്ത്രി. കണ്ണൂരിൽ RSS BJP കുടുംബത്തെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ ശിക്ഷാവിധി. 6 CPM പ്രവർത്തകർക്ക് 8 വർഷം കഠിന തടവ്. ഓരോ പ്രതികൾക്കും 80,000 രൂപ പിഴയും. എഴുത്തുകയിൽ 4 ലക്ഷം കാട്ടിൽ വീട്ടിൽ രാംദാസിന്റെ കുടുംബത്തിന്. ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായരെ അനുസ്മരിച്ച് BJP. ജന്മദിനത്തിൽ പാലക്കാട് 5 വിളക്കിൽ പുഷ്പാർച്ചന. മലയാളിയായ ഏക AICC ദേശീയ അധ്യക്ഷനെ മറന്ന് കോൺഗ്രസ്. ലോർഡ്സ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ഭേദപ്പെട്ട സ്കോറിലേക്ക്. ആദ്യ ദിനം 4-ന് 254 റൺസ്. സെഞ്ചുറിക്കരികെ ജോ റൂട്ട്. വാർത്തകൾ വിശദമായി നോക്കാം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിൽ. രാത്രി 10 മണിയോടുകൂടി തിരുവനന്തപുരത്തെത്തുന്ന ആഭ്യന്തരമന്ത്രിയെ BJP പ്രവർത്തകർ സ്വീകരിക്കും. നാളെ BJP സംസ്ഥാന ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി വാർഡ് തല നേതൃയോഗത്തിലും പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തുകയാണ്. ഇന്ന് രാത്രി 10 മണിയോടെ അമിത്ഷാ അനന്തപുരിയിൽ എത്തും. തലസ്ഥാനത്തെത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മുതിർന്ന BJP പ്രവർത്തകരും ചേർന്ന് സ്വീകരിക്കും. തിരുവനന്തപുരത്ത് 2 പരിപാടികളിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പങ്കെടുക്കുന്നത്. BJP സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ 11 മണിക്ക് അമിത്ഷാ നിർവഹിക്കും. ശേഷം പുത്തരിക്കണ്ടം മൈതാനത്ത് വാർഡ് തല നേതൃയോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കും. BJP പ്രവർത്തകരുടെയൊക്കെ ആഗ്രഹമാണ്. ഓഫീസിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ വളരെ വലുതായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് നമ്മുടെ ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും അദ്ദേഹം എത്തിച്ചേരുന്നത്. അത് വലിയ സന്തോഷകരമായ അഭിമാനകരമായ നിമിഷമാണ്. മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും ഏകദേശം വാർഡ് തലത്തിലുള്ള സംഘാടകരെ അദ്ദേഹം പുത്തരിക്കണ്ടം മൈതാനിയിൽ അഭിസംബോധന ചെയ്യുകയാണ്. വളരെ ഒരു മഹാസമ്മേളനമായി തലസ്ഥാന നഗരത്ത്
അനന്തപുരി പുത്തരിക്കണ്ടത്ത് വരവേൽക്കപ്പെടുകയാണ് അദ്ദേഹത്തിന്. തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നതോടുകൂടി തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പുതിയ സംസ്ഥാന കാര്യാലയത്തിന് വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക പ്രവർത്തനം ആരംഭിക്കുകയാണ്. 80,000 പേർ പങ്കെടുക്കുന്നതാണ് പരിപാടി. 4 ജില്ലകളിലെ വാർഡുതല പ്രതിനിധികൾ പൊതുപരിപാടിയുടെ ഭാഗമാകും. പരിപാടികൾ പൂർത്തിയാക്കി വൈകിട്ട് 4 മണിയോടെ അദ്ദേഹം മടങ്ങും വഴി കണ്ണൂരിലിറങ്ങി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം രാത്രിയോടെ ഡൽഹിയിലേക്ക് തിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അമിത്ഷായുടെ വരവിൽ പുത്തൻ പ്രഖ്യാപനങ്ങൾക്കും സാധ്യതയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ലക്ഷ്യമിട്ട് BJP സംഘടനാതല പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കവുമിടും. ജനം, തിരുവനന്തപുരം. JSK സിനിമയുടെ പുതിയ പതിപ്പ് സെൻസർ ബോർഡിന് മുന്നിൽ സമർപ്പിച്ചു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കിയാണ് സിനിമ പുറത്തിറങ്ങുക. കോടതിയിലെ ഒരു രംഗം മ്യൂട്ട് ചെയ്യണമെന്നും കഴിഞ്ഞ ദിവസം കോടതി ആവശ്യപ്പെട്ടിരുന്നു. കൊച്ചിയിൽ നിന്ന് ബീന റാണി ചേരുന്നു. ബീന, ഈ സിനിമയുടെ പേര് വിവാദം ഏകദേശം കഴിഞ്ഞ ദിവസം ഒത്തുതീർപ്പിൽ എത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിനിമയുടെ പുതിയ പതിപ്പ് സെൻസർ ബോർഡിന് മുന്നിൽ സമർപ്പിച്ചത്. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് പുതിയ പേര്. ഈ ചിത്രം സെൻസർ ബോർഡിൻ്റെ അംഗീകാരത്തോടെ എപ്പോഴാണ് തിയേറ്ററുകളിൽ റിലീസാവുക? അനിൽ, JSKയുടെ റീഎഡിറ്റ് ചെയ്ത പതിപ്പാണ് ഇന്ന് തിരുവനന്തപുരം സെൻസർ ബോർഡിന് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് നിർദ്ദേശം ഉണ്ടായതിനെ തുടർന്ന് മാറ്റം വരുത്തിയ പതിപ്പാണ് അത് ഇന്ന് സെൻസർ ബോർഡിന് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ലാൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട റീഎഡിറ്റിംഗ് നടന്നിരുന്നു. അതിനുശേഷം ആണ് ഇന്ന് സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്നത് കോടതിയിലെ ഒരു രംഗം മ്യൂട്ട് ചെയ്യണമെന്ന് ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ ആദ്യം നിർദ്ദേശിച്ചതുപോലെ സിനിമയിലെ 96 ഇടത്ത് കട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നില്ലെന്നും സെൻസർ ബോർഡ് അറിയിച്ചിരുന്നു. പകരം സിനിമയുടെ ടൈറ്റിലിൽ ചെറിയ മാറ്റം വരുത്തണം. ജാനകി എന്നതിന് പകരം വി ജാനകി എന്നോ ജാനകി വി എന്നോ ചേർക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോടതി രംഗങ്ങളിൽ ജാനകി എന്ന പേര് വരുന്ന ഭാഗം മ്യൂട്ട് ചെയ്യണമെന്ന നിർദ്ദേശവുമുണ്ട്. ഇത്തരത്തിൽ സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതിനെതിരെ നിർമ്മാതാക്കളായ കോസ്മോ എന്റർടൈൻമെന്റ് ആയിരുന്നു കോടതിയെ സമീപിച്ചത്. ഇത്തരത്തിൽ പേര് മാറ്റി ഇത്തരത്തിൽ മാറ്റം വരുത്തി സെൻസർ ബോർഡിന് മുന്നിൽ സമർപ്പിച്ചാൽ 3 ദിവസത്തിനകം ചിത്രത്തിന് പ്രദർശന അനുമതി നൽകാമെന്നും സെൻസർ ബോർഡ് കോടതിയെ അറിയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും സുരേഷ് ഗോപി നായകനായ ഈ ചിത്രം പ്രദർശന അനുമതി ലഭിച്ചാൽ ഈ മാസം 18-ന് തിയേറ്ററുകളിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗത്തിൽ റീഎഡിറ്റിംഗ് പൂർത്തിയാക്കി സെൻസർ ബോർഡിന് മുന്നിൽ സമർപ്പിച്ചത്. ഒരു സമവായത്തിലേക്ക് എത്തിയത് കൊണ്ടാണ് ഇതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടായതും വീണ്ടും ചിത്രം തിയേറ്ററുകളിൽ എത്താനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഒരുങ്ങുന്നതും. JSK സിനിമയുടെ പുതിയ പതിപ്പ് സെൻസർ ബോർഡിന് മുന്നിൽ സമർപ്പിച്ചു. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കിയാണ് സിനിമ പുറത്തിറങ്ങുക. കോടതിയിൽ ഒരു രംഗം മ്യൂട്ട് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം കോടതി ആവശ്യപ്പെട്ടിരുന്നു. കൊച്ചിയിൽ നിന്ന് ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാലയുടെ പ്രവർത്തനം സുഗമമാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ നോമിനേറ്റ് ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾ കോടതിയിലേക്ക്. മുൻ രജിസ്ട്രാർ യൂണിവേഴ്സിറ്റിയിൽ അതിക്രമിച്ച് കയറുന്നതും സംഘർഷങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതും കോടതിയെ ബോധ്യപ്പെടുത്തും. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാൻ ഇടപെടണമെന്നും ആവശ്യപ്പെടും. കേരള സർവകലാശാലയിലെ സർക്കാർ സ്പോൺസേഡ് അതിക്രമങ്ങൾ പരിധിവിട്ടതിന് പിന്നാലെയാണ് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പുതിയ നീക്കം. സർവകലാശാല ഭരണവും യൂണിവേഴ്സിറ്റിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളും സുഗമമാക്കണമെന്നാവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും. സസ്പെൻഷനിലായ രജിസ്ട്രാർ യൂണിവേഴ്സിറ്റി ഓഫീസിൽ അതിക്രമിച്ചു കയറുന്നതും SFI അതിക്രമങ്ങളും കോടതിയെ ബോധ്യപ്പെടുത്താനാണ് നീക്കം. സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പോലീസിനുണ്ടായ വീഴ്ചകളും കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കോടതിയുടെ ഇടപെടലും അംഗങ്ങൾ ആവശ്യപ്പെടും. കേരള യൂണിവേഴ്സിറ്റിയിലെ അതിക്രമങ്ങൾക്ക് പോലീസ് ഒത്താശ ചെയ്യുന്ന സാഹചര്യത്തിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചാൻസലറായ ഗവർണറും വൈസ് ചാൻസലർക്കും സിൻഡിക്കേറ്റ് അംഗങ്ങൾ കത്ത് നൽകിയിരുന്നു. പിന്നാലെയാണ് സുരക്ഷാ വീഴ്ചയിൽ കോടതിയെ തന്നെ സമീപിക്കാനുള്ള നീക്കം. ജനം, തിരുവനന്തപുരം. കേരള സർവകലാശാലയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ KS അനിൽകുമാറിനെ നോക്കുകുത്തിയാക്കി കടുത്ത നടപടികൾ സ്വീകരിച്ച് VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. സർവകലാശാലയുടെ ഈ ഫയലുകളുടെ പൂർണ്ണ നിയന്ത്രണം VC നേരിട്ട് ഏറ്റെടുത്തു. രജിസ്ട്രാറുടെ ഫയലുകൾ ഡോക്ടർ മിനി കാപ്പൻ കൈകാര്യം ചെയ്യും. അനിൽകുമാർ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നതായും പരാതിയുണ്ട്.
കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ രജിസ്ട്രാറുടെ ചുമതല നൽകിയ മിനി കാപ്പന് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് ജീവനക്കാരുടെ ഇടത് സംഘടന നേതാക്കൾ വിലക്കിയിരുന്നു. ഇത് ഫയൽ നീക്കത്തെയും സർവകലാശാലയിലെ പ്രവർത്തനങ്ങളെയും ബാധിച്ച സാഹചര്യത്തിലാണ് VC ഡോക്ടർ മോഹൻ കുന്നുമേൽ കടുത്ത നടപടികളിലേക്ക് കടന്നത്. സർവകലാശാലയുടെ ഈ ഫയലുകളുടെ പൂർണ്ണ നിയന്ത്രണം VC നേരിട്ട് ഏറ്റെടുത്തു. രജിസ്ട്രാറുടെ ഫയലുകൾ ഡോക്ടർ മിനി കാപ്പൻ കൈകാര്യം ചെയ്യും. സർവകലാശാലയിലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇടപെട്ടാണ് ഫയലുകൾ അനിൽകുമാറിന് കഴിഞ്ഞ ദിവസം മാറ്റി നൽകിയത്. അദ്ദേഹം പരിശോധിച്ച ഫയലുകൾ മാറ്റിവെക്കുവാൻ VC നിർദ്ദേശം നൽകിയിരുന്നു. ഇന്നു മുതൽ ഫയലുകൾ രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പൻ തലത്തിൽ പരിശോധിച്ച് VCക്ക് ഉത്തരവിനായി അയക്കും. രാവിലെ തന്നെ 100ഓളം ഫയലുകൾ VCക്ക് കൈമാറി. പേപ്പർ ഫയലുകൾ അനിൽകുമാർ കൈകാര്യം ചെയ്ത് ബന്ധപ്പെട്ട സെക്ഷൻകാർ നടപടിയെടുക്കുന്നത് കർശനമായി വിലക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ അനിൽകുമാർ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നതായി വാഹനത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ VCയെ അറിയിച്ചു. അതേസമയം ഓഫീസിൽ ഹാജരായ അനിൽകുമാർ സിൻഡിക്കേറ്റ് അംഗങ്ങളോടൊപ്പം കാഴ്ചക്കാരനായി ഇരിക്കെയാണ് ഫയൽ ലിങ്ക് VC പിൻവലിച്ചതായി അറിഞ്ഞത്. സർവകലാശാലയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളും ഓഫീസിൽ പ്രവേശിക്കുന്നതിന് അനുമതി നിഷേധിച്ചിരുന്ന അനിൽകുമാർ ഓഫീസിൽ ഹാജരായതും VC രാജ്ഭവനെ റിപ്പോർട്ടായി അറിയിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ ചൂണ്ടിക്കാട്ടി CPM പിന്തുണയോടെ നടത്തുന്ന സമര അക്രമങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് SFIക്ക് പിന്നാലെ DYFIയും സമരത്തിനിറങ്ങിയതോടെ രാഷ്ട്രീയ ലാഭം മാത്രമാണ് CPM ലക്ഷ്യം വയ്ക്കുന്നത്. നീണ്ട കാലത്തിന് ശേഷം സമരങ്ങളിൽ സജീവമാകുന്ന SFIക്ക് പോലീസ് നൽകുന്ന അധിക പ്രോത്സാഹനവും സംശയങ്ങൾക്ക് ഇട നൽകുന്നു. ബാരിക്കേഡുകൾ ചാടിക്കടന്നാൽ ജലപീരങ്കിയും കണ്ണീർവാതകവും ലാത്തിച്ചാർജ് വരെ പ്രയോഗിക്കുന്ന പോലീസ് നൽകുന്ന പ്രോത്സാഹനങ്ങളിൽ നിന്നും കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നതാണ്. 2016ലെയും 2021ലെയും മാതൃകകൾ ആവർത്തിച്ചുകൊണ്ട് CPM തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന അക്രമ പരമ്പരകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞുപോയത്. പ്രതിഷേധമെന്ന പേരിൽ നടക്കുന്ന തെരുവുയുദ്ധം CPM അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. SFIക്ക് പിന്നാലെ DYFIയും കൂടി സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറുമ്പോൾ പാർട്ടിയിൽ നിന്നും കൊടുത്ത കേഡർ ക്ലാസുകളുടെ പരിണത ഫലമാണെന്ന് പകൽ പോലെ വ്യക്തം. രാജ്ഭവനിലെ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടുത്തിയതാണ് CPMനെ ചൊടിപ്പിച്ചതിന് കാരണമായത്. തുടർന്ന് CPMന്റെ നേതൃത്വത്തിൽ കൃത്യമായ രാഷ്ട്രീയ ആസൂത്രണങ്ങൾ നടത്തി യുവജന സംഘടനകളെ തെരുവിലിറക്കി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന അതിക്രമങ്ങളാണെന്ന് ഇതിനോടകം ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതും പിന്നീട് സ്കൗട്ട് ദിനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതും സർവകലാശാലയിലെ സംഭവങ്ങളും കൂട്ടിച്ചേർത്ത് കൃത്യമായ രാഷ്ട്രീയം അവസരമാക്കി മാറ്റുകയാണ് CPM. സർവകലാശാലകളിൽ സ്ഥിര വൈസ് ചാൻസലർമാർ ഇല്ലായിരുന്നപ്പോഴും സിൻഡിക്കേറ്റ് ചേരാത്തത് മൂലം സാങ്കേതിക സർവകലാശാലയിലെ പരീക്ഷാ കലണ്ടർ താളം തെറ്റുകയും പരീക്ഷകൾ നടക്കാതിരുന്നപ്പോഴും ചെറുവിരൽ പോലും അനക്കാത്ത SFI ആണ് രജിസ്ട്രാറെ സംരക്ഷിക്കാനായി തെരുവിലിറങ്ങുന്നത്. 2016ലും 2021ലും മുസ്ലിം വോട്ടുകൾ ലക്ഷ്യം വെച്ച് അത് കൃത്യമായി നേടി അധികാരത്തിൽ വന്ന CPM വീണ്ടും മുസ്ലിം വോട്ടുകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അതേ ആയുധം തന്നെ പ്രയോഗിക്കുന്നതായി മനസ്സിലാക്കാം. ജനം, തിരുവനന്തപുരം. ടീം പരീക്ഷാ ഫോർമുല മാറ്റം നടപ്പിലാക്കിയത് മന്ത്രിസഭയിലെ എതിർപ്പ് മറികടന്ന്. ഈ വർഷം ഫോർമുല മാറ്റം വേണോ എന്ന് ചോദിച്ച് CPM CPI മന്ത്രിമാർ. സർക്കാരിൻ്റെ ധൃതി കുഴപ്പത്തിലാക്കിയെന്നും വിമർശനം ശക്തം. പുതിയ റാങ്ക് ലിസ്റ്റിനെതിരെ പരാതി പ്രളയം ഉണ്ടാകുമ്പോൾ സർക്കാർ നടത്തിയ ഇടപെടൽ സതുദ്ദേശപരമാണെന്ന് ന്യായീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും രംഗത്ത് വന്നു. കീം പരീക്ഷാ റാങ്ക് പട്ടികയിലെ സർക്കാർ നടപടിയിൽ വലഞ്ഞത് ഏറെയും വിദ്യാർത്ഥികളാണ്. അതിൽ കൂടുതലും കേരള സിലബസ് വിദ്യാർത്ഥികളും. പരീക്ഷയ്ക്ക് ശേഷം പ്രോസ്പെക്റ്റിലെ മാർക്ക് ഏകീകരണം വിദഗ്ധ നിർദ്ദേശം മറികടന്നാണെന്ന തെളിവുകൾ വന്നതോടെ സർക്കാരിനും തിരിച്ചടിയായി. തിടുക്കത്തിൽ മാർക്ക് ഏകീകരണം നടത്തിയതിലും വിമർശനമുയരുകയാണ്. കീം പരീക്ഷാ ഫോർമുല മാറ്റം നടപ്പിലാക്കിയത് മന്ത്രിസഭയിലെ എതിർപ്പ് മറികടന്നാണ്. ഈ വർഷം ഫോർമുല മാറ്റം വേണോ എന്ന് ചോദിച്ച് CPM CPI മന്ത്രിമാർ കഴിഞ്ഞ മാസം 30 ചേർന്ന മന്ത്രിസഭയിൽ നിലപാട് അറിയിച്ചെങ്കിലും ഇത് പരിഗണിക്കാതെയായിരുന്നു പരിഷ്കരണം. അതേസമയം കീം പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ ഇടപെടൽ സതുദ്ദേശപരമാണെന്നാണ് മന്ത്രി R ബിന്ദുവിൻ്റെ ന്യായീകരണം. എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാനായിരുന്നു സർക്കാർ ശ്രമമെന്ന് മന്ത്രിയുടെ വിശദീകരണം. കേരള ബോർഡിലുള്ള കുട്ടികൾക്ക് 35 മാർക്കിൻ്റെ കുറവ് ഉണ്ടായി. അത് യഥാർത്ഥത്തിൽ ഒരു അനീതി തന്നെയാണ്. അതായത് കീം പരീക്ഷയിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്താലും 35 മാർക്ക് കുറവാകുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിനെ മറികടക്കുക എന്നുള്ളത്
അതിനുള്ള വേരിയസ് ആയിട്ട് പല ഫോർമുലകളും നമ്മൾ ആലോചിച്ചു. എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിച്ച കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ശാസ്ത്രീയം എന്ന് പറയാവുന്ന ഒരു ഫോർമുലയെ അവലംബിച്ചത്. അപ്പോൾ അതിൽ പ്രോസ്പെക്ടസിൽ നമ്മളൊരു പ്രൊവിഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ്റിന് ഏത് സമയത്ത് വേണമെങ്കിലും ഈ നിബന്ധനകളിൽ മാറ്റം വരുത്താവുന്നതാണ് എന്നുള്ളത്. ഒരുപാട് കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അവർക്ക് നീതി ലഭിക്കണം എന്നുള്ള ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോഴും എല്ലാ വിദ്യാർത്ഥികൾക്കും നീതി ലഭിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത്. അത് തന്നെയാണ് എനിക്കുള്ളത്. സർക്കാരിന്റെ ധൃതി കുഴപ്പത്തിലാക്കിയെന്നും വിമർശനമുണ്ട്. പഠിച്ചു പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയത് സർക്കാരെന്നും വിമർശിക്കുന്നുണ്ട്. കീം മാർക്ക് ഏകീകരണത്തിലെ വിദഗ്ധ സമിതി ശുപാർശ മറികടന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ്. മാർക്ക് ഏകീകരണ ഫോർമുല നടപ്പിലാക്കിയത് വിദഗ്ധ സമിതി റിപ്പോർട്ട് മറികടന്നുകൊണ്ട്. ശുപാർശ മറികടന്നത് സ്റ്റാൻഡർഡൈസേഷൻ റിവ്യൂ കമ്മിറ്റിയാണ്. ഇതെല്ലാം മറികടന്ന് സർക്കാർ നടത്തിയ നീക്കത്തിലും വിദ്യാർത്ഥികളുടെ മാനസിക സാഹചര്യം നോക്കാത്ത സർക്കാർ നടപടിയിലും പ്രതിഷേധം ഉയരുകയാണ്. ജനം, തിരുവനന്തപുരം. സ്കൂൾ സമയമാറ്റം ആലോചനയിലില്ലെന്നും പ്രത്യേക സമൂഹത്തിൻ്റെ പേര് പറഞ്ഞ് സർക്കാരിനെ വിരട്ടുന്നത് ശരിയല്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി. വിദഗ്ധ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തയ്യാറാക്കിയ ടൈം ടേബിളാണ് ഇപ്പോഴുള്ളത്. അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ അംഗീകരിച്ചതാണ്. അതിലൊരു മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും മന്ത്രി കൊല്ലത്ത് വ്യക്തമാക്കി. സ്കൂൾ സമയമാറ്റത്തെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു ടൈം ടേബിളാണ് ഇന്നിപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അധ്യാപക സംഘടനകൾ അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ മാറ്റം വരുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആലോചന നടത്തിയിട്ടില്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. 37 ലക്ഷത്തോളം വരുന്ന കുട്ടികൾ ഇപ്പോൾ അടുത്തുള്ള കണക്കിൽ വന്നിട്ടുണ്ട്. ആ 37 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം സൗജന്യം കൊടുക്കുന്നതിന് വേണ്ടി പറ്റില്ല. പിന്നെ ഇപ്പോൾ ഈ സമയം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് അവരുടെ ആവശ്യത്തിന് വേണ്ടി അവരെന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമല്ലോ, ആവശ്യത്തിന് വേണ്ടി സമയം അവരത് ക്രമീകരിക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ ഒരു പ്രത്യേക സമൂഹത്തിന് പേര് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിനെ വിരട്ടുന്നതിനൊന്നും അതൊന്നും ശരിയായിട്ട് ന്യായമില്ല. വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർ പ്രതിഷേധവുമായി രംഗത്ത്. ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക സർക്കാർ പുറത്തിറക്കാത്തതിലാണ് പ്രതിഷേധം. ദുരിതബാധിതർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകാനായി സംഘടിപ്പിച്ച ക്യാമ്പ് ദുരന്തബാധിതർ ബഹിഷ്കരിച്ചു. PS അർജുൻ ചേരുന്നു വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി. അർജുൻ, ദുരന്തബാധിതരോട്, വയനാട് ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരോട് സർക്കാർ നിരന്തരം അവഗണന കാണിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ ഒന്നും കാര്യമായി ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നില്ല. ഇപ്പോഴിതാ ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക പുറത്തിറക്കാത്തതിലാണ് അവരുടെ പ്രതിഷേധം. വിശദാംശങ്ങൾ അർജുൻ. അനിൽ നമ്പ്യാർ, തീർച്ചയായും അനിൽ നമ്പ്യാർ പറയുന്ന പോലെ തന്നെയാണ് ദുരിതബാധിതർ നിരവധി തവണയായി ഇക്കാര്യത്തിൽ പ്രതിഷേധിക്കുന്നു. അതായത് അന്തിമ പട്ടിക എത്രയും പെട്ടെന്ന് പുറത്തെടുക്കണമെന്നുള്ളതാണ് ദുരിതബാധിതർ പറയുന്നത്. പക്ഷേ ഇതുവരെ സർക്കാർ ഈ അന്തിമ പത്രിക പുറത്തെടുക്കാൻ അല്ലെങ്കിൽ അന്തിമ ലിസ്റ്റ് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ ദിവസവും ഇതിനെ ചൊല്ലിയായിരുന്നു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അതായത് 10-11 വാർഡുകളിൽ ഉൾപ്പെടുന്ന എല്ലാവരെയും ദുരന്തബാധിതരായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഇവരുടെ ആവശ്യം. അതായത് ഗോ സോണുകളുണ്ട്, അതിന് തൊട്ടിപ്പുറത്ത് തന്നെയായി ഇവർക്ക് സേഫ് എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ ആ സ്ഥലങ്ങളേക്കടക്കം ഇത്തവണ മഴ പെയ്തപ്പോൾ മഴവെള്ളം ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പുഴ കയറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 10-11 വാർഡുകളിലെ ആളുകൾ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ പ്രക്ഷോഭം കഴിഞ്ഞത്. അന്ന് കൃത്യമായി സർക്കാർ പറഞ്ഞിരുന്നു, കൃത്യമായി പഠനം നടത്തിക്കൊണ്ട് ഈ 10, 11, 12 വാർഡുകളിൽ ഉൾപ്പെടുന്ന ആളുകളെ കൂടി ഈ ദുരന്തബാധിത പട്ടികയിൽ ഉൾപ്പെടുത്താം എന്നുള്ളത് ഉറപ്പ് നൽകിയെങ്കിലും അതൊന്നും ഇതുവരെ പൂർത്തിയായില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എൽസൺ എസ്റ്റേറ്റിൽ ഈ ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പ് ഒരുങ്ങുകയാണ്. പക്ഷേ ഇതുവരെയും ഒരു വീടിന്റെ പോലും പണി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത എന്ന് പറയുന്നത്. അവിടെ മാതൃകാപരമായിട്ടുള്ള ഒരു മാതൃക എന്നോണം
ഒരു വീട് സ്ഥാപിച്ചിട്ടുണ്ട്, ദുരിതബാധിതർക്കുള്ള ഒരു ഭവനം സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മറ്റ് ഭവനങ്ങളുടെ പദ്ധതികൾ ഈ തറയിടുകയല്ലാതെ മറ്റ് പദ്ധതികളൊന്നും പരിപാടികളൊന്നും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് വലിയ ഒരു വിഷയമായി ഇവർ ഉയർത്തി കാണിക്കുന്നത്. തങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്ത് നിന്ന് മാറേണ്ടതുണ്ട്, അല്ലെങ്കിൽ തങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ആളുകൾ പറയുന്നത്. ഈ ഒരു ടൗൺഷിപ്പ് പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക, തങ്ങളെ അങ്ങോട്ട് മാറ്റുക എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇന്ന് എന്തിനാൽ തന്നെ ഇവർക്ക് ഒരു തിരിച്ചറിയൽ കാർഡ് നൽകുന്നുണ്ട്, അതായത് ഈ പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ തിരിച്ചറിയൽ കാർഡ് നൽകുന്നുണ്ട്. അത് വേണ്ട എന്ന് വെക്കുകയാണ്, ബഹിഷ്കരിക്കുകയാണ് ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ. അതായത് തങ്ങൾക്ക് അത്തരത്തിൽ കുറച്ച് ആളുകൾക്ക് മാത്രമായിട്ട് ഈ കാർഡ് കിട്ടിയിട്ട് കാര്യമില്ല, തങ്ങൾക്ക് എല്ലാവർക്കും, അതായത് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അന്തിമമായിട്ടുള്ള ഒരു പട്ടിക പുറത്തെടുക്കണം, അല്ലെങ്കിൽ ആ പട്ടിക പുറത്തു വിടണം എന്നുള്ളതാണ് പ്രധാനമായും ചൂരമലക്കാരുടെ ആവശ്യം. അർജുൻ, അർഹരായ എത്ര പേർ പട്ടികയ്ക്ക് പുറത്തായി കാണും? സ്വാഭാവികമായും അനുനമ്പർ ഈ 10, 11, 12 വാർഡുകളിലെ ഏകദേശം നമുക്ക് അറിവിൽ ഒരു 60ഓളം ആളുകളെങ്കിലും ഈ പട്ടികയിൽ ഉണ്ടാകും. അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാനാണ് സാധ്യത. അതായത് 10, 11, 12 വാർഡിൽ കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധിച്ചവർ തന്നെ ഒരു 60-ലധികം ആളുകളുണ്ട്. അവരടക്കം ഈ പട്ടികയിൽ പുറത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഈ കുടുംബങ്ങളടക്കം, അതായത് നമ്മൾ ഒറ്റപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൂടുതൽ കുടുംബങ്ങൾ ഇതിൽ ഉൾപ്പെടും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വസ്തുത. പക്ഷേ ഇതുവരെയും സർക്കാർ ഇനി എത്ര ആളുകൾ ഇതിൽ ഉൾപ്പെടാനുണ്ട് എന്നുള്ള ഒരു പട്ടിക ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അതായത് ഇപ്പോഴുള്ള ആളുകൾ 400 ആളുകളുണ്ട്, കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെ മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് സർക്കാർ എത്തിയിരുന്നത്. അതിനെതിരെയാണ് ഇതിലുള്ള ആളുകളൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തിയത്. ഇതിനകത്തന്നെയും ഈ ഒരു 40-ലധികം അല്ലെങ്കിൽ 60-ലധികം കുടുംബങ്ങളെ അടക്കം ഈ ഒരു പ്രദേശങ്ങളിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും പടവെട്ടിക്കുന്ന് ആ ഭാഗത്തേക്കുള്ള ആളുകളാണ്. അവർക്ക് കൃത്യമായി തന്നെ പുനരധിവാസം വേണമെന്നാണ് അവർ പറയുന്നത്. അതായത് ഈ പടവെട്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് റോഡൊക്കെ ഇപ്പോൾ നശിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതായത് ഇവർക്ക് പ്രശ്നബാധിത പ്രദേശങ്ങൾ അല്ലെങ്കിലും ഈ പ്രശ്നബാധിത പ്രദേശത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ് ഈ പടവെട്ടിക്കുന്നിലെ ആളുകൾ. പക്ഷെ അങ്ങോട്ട് പോകാൻ ഒരു റോഡ് പോലും ഇല്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവരുടെ ആക്ഷേപം ഉയർത്തുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് തങ്ങൾക്ക് അവിടെ താമസിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ആ പടവെട്ടിക്കുന്നിലെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു നീക്കമാണ് ഉണ്ടായത്. ആ ഭാഗത്തേക്ക് ചെറിയ രീതിയിൽ റോഡ് വെട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ നിലവിലുള്ള ഒരു റോഡുണ്ട്, ആ റോഡ് പണി വീണ്ടും എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതൊക്കെ സർക്കാരിന്റെ കീശ വീർപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഈ ഫണ്ട് തട്ടാനുള്ള പരിപാടിയാണ് എന്നുള്ളതാണ് പ്രധാനമായും ഈ പ്രദേശത്തെ ആളുകൾ പറയുന്നത്. അവർ പറയുന്നത് തങ്ങൾക്ക് ഇനി ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ ഇനിയും വലിയ രീതിയിലുള്ള ദുരന്തം സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ഈ ചുരൽമലയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ്, തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥലം തന്നെയാണ് ഈ പടവെട്ടിക്കുന്ന് എന്ന് പറയുന്നത്. അതായത് സ്കൂൾ റോഡിന്റെ അടുത്തുകൂടി പോകുന്ന സ്ഥലമാണ്, അതായത് സ്കൂൾ റോഡിന്റെ സമീപത്ത് കൂടി പോകുന്ന സ്ഥലമാണ്. കഴിഞ്ഞ തവണ വലിയ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ ആഴ്ച വലിയ മഴവെള്ളം വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രദേശത്തേക്കൊക്കെ തന്നെ വെള്ളം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സർക്കാർ ഒരു റോഡ് പുനർനിർമ്മിക്കുന്ന ആ റോഡിന്റെ അരികിൽ കൂടി അടക്കം വെള്ളം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾ എങ്ങനെ അക്കരയ്ക്ക് കിടക്കും, അല്ലെങ്കിൽ ഏത് രീതിയിൽ അവിടെ താമസിക്കും എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത്. ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രതിഷേധവുമായി രംഗത്ത് ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക സർക്കാർ പുറത്തിറക്കാത്തതിലാണ് പ്രതിഷേധം. ദുരിതബാധിതർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകാനായി സംഘടിപ്പിച്ച ക്യാമ്പ് ദുരന്തബാധിതർ ബഹിഷ്കരിച്ചു. വയനാട്ടിൽ നിന്ന് PS അർജുനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നരേന്ദ്രമോദി സർക്കാരിനെ വീണ്ടും പ്രശംസിച്ച് ശശി തരൂർ. 78 വർഷത്തിനിടെ രാജ്യത്ത് അടിസ്ഥാന നയങ്ങൾ മാറിയെന്ന് ശശി തരൂർ. വിദേശ നയത്തിലും രാഷ്ട്രീയത്തിലും അത് പ്രതിഫലിക്കുന്നു. മോദി സർക്കാർ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്നു. കേന്ദ്രീകൃത ഭരണത്തിൽ BJPയെ വിശ്വസിക്കുന്നതായും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ രാജ്യമേറെ മുന്നോട്ടു പോയതായും ശശി തരൂർ അഭിപ്രായപ്പെട്ടു. ശശി തരൂരിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ശ്വാസം മുട്ടുന്നെങ്കിൽ പാർട്ടി വിടണം, ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കണം. തരൂർ കോൺഗ്രസ് നേതാക്കളെ ഒഴിച്ച് എല്ലാവരെയും സ്തുതിക്കുന്നു, മോദിയെയും പിണറായിയെയും സ്തുതിക്കുന്നു. തരൂർ വിഷയം ഇനി കോൺഗ്രസ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മുരളീധരൻ ആലപ്പുഴയിൽ പറഞ്ഞു. ഇനി ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, മറ്റൊന്നും കൊണ്ടല്ല. ഈ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. ഒരു തരൂർ വിഷയം എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 2 വഴികളുണ്ട്. ഒന്നുകിൽ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുക. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, പാർട്ടി നിയോഗിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ആ നിലയ്ക്ക് പാർലമെൻ്ററി പ്രവർത്തനത്തിലും പാർട്ടി പ്രവർത്തനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങും. അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ
പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാൻ അഭിപ്രായങ്ങളെല്ലാം സ്വീകരിച്ചോളണമെന്നൊന്നുമില്ല. അതല്ല, അദ്ദേഹത്തിന് ഇതിൻ്റെ അത് ശ്വാസം മുട്ടുന്നു, ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്. പിന്നൊരു മാർഗം പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇഷ്ടമുള്ള രാഷ്ട്രീയ അദ്ദേഹം സ്വീകരിച്ചു. ഈ രണ്ടിലൊന്നല്ലാതെ ഇപ്പോഴത്തെ മാർഗവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങി. അത് പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഐഡൻറ്റിറ്റീനെ ബാധിക്കുന്ന വിഷയമാണ്. അത് പാർട്ടിക്കും ബുദ്ധിമുട്ടാണ്, അദ്ദേഹത്തിനും ബുദ്ധിമുട്ടാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മലയാളിയായ ഏകദേശീയ അധ്യക്ഷനുമായിരുന്ന സർ ചിറ്റൂർ ശങ്കരൻ നായരുടെ ജന്മദിനത്തിൽ പാലക്കാട് 5 വിളക്കിൽ BJP പുഷ്പാർച്ചന നടത്തി. ചിറ്റൂർ ശങ്കരൻ നായരുടെ ഛായാചിത്രത്തിന് മുമ്പിലാണ് BJP നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തിയത്. BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നെഹ്റു കുടുംബത്തിന് അല്ലാതെ മറ്റാർക്കും കോൺഗ്രസ് പരിഗണന നൽകിയിട്ടില്ല എന്നും ചേറ്റൂരിനോട് കടുത്ത അനാദരവാണ് കാണിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് അവഗണിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളെ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് BJP ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. കണ്ണൂരിൽ BJP പ്രവർത്തകരായ കുടുംബത്തെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ CPMകാരായ 6 പേർക്ക് 8 വർഷം വീതം കഠിന തടവ്. ഓരോ പ്രതികളും 80,000 രൂപ വീതം പിഴയും അടയ്ക്കണം. പിഴത്തുകയിൽ 4 ലക്ഷം രൂപ രാംദാസിൻ്റെ കുടുംബത്തിന് നൽകണം. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 3 വിധി പറഞ്ഞത്. CPMകാരായ അരുൺദാസ്, സാഗിദ്, സുർജിത്ത്, രഞ്ജിത്ത്, അഖിലേഷ്, ലിനേഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ. മിഥുൻ പിള്ള ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, ഈ കൊലപാതക ശ്രമത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ്? വിശദാംശങ്ങൾ. കുടുംബത്തെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ കേസിലാണ് CPM ക്രിമിനലുകളായ 6 പേർക്ക് 8 വർഷം കഠിന തടവ് കോടതി വിധിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഓരോ പ്രതികളും 80,000 രൂപ വീതം പിഴയും അടയ്ക്കണമെന്നും കോടതി വിധിച്ചിട്ടുണ്ട്. 2007 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. അന്ന് സജീവ RSS BJP പ്രവർത്തകരാണ് രാംദാസും കുടുംബവും. അവർ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഈ 7-അംഗ സംഘമാണ് ഈ വീട്ടിലേക്ക് എത്തി ഇത്തരമൊരു ആക്രമണം നടത്തിയത്. അതിൽ ഗുരുതരമായി പരിക്കേറ്റ രാംദാസും ഭാര്യയും മകനും ഏതാണ്ട് മാസങ്ങളോളം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈ CPMന്റെ കോട്ടയിൽ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് തന്നെയാണ് അദ്ദേഹത്തിന് നേരെയുള്ള അക്രമത്തിന് കാരണമായതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല, അന്ന് ഈ അക്രമികൾ വീട്ടിലുണ്ടായിരുന്ന രാംദാസിന്റെ വാഹനങ്ങൾ കത്തിക്കുകയും ചെയ്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കേസിന്റെ വിചാരണ പൂർത്തിയാവുകയും ഇപ്പോൾ വിധി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസിലെ 2ാം പ്രതിയായ സജീവൻ ഈ കോടതിയുടെ വിചാരണ വേളയിൽ തന്നെ മരണപ്പെടുകയും ചെയ്തിരുന്നു. അനിൽ നമ്പ്യാർ. യെസ്, കണ്ണൂരിൽ BJP പ്രവർത്തകരായ കുടുംബത്തെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 6 CPMകാർക്ക് 8 വർഷം വീതം കഠിന തടവും 80,000 രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നു. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 3 വിധി പറഞ്ഞത്. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ വിജിലൻസ് ആവശ്യപ്പെട്ട രേഖകൾ കൈമാറി ED. കേസിൽ കൂടുതൽ തെളിവ് ശേഖരണം നടക്കുകയാണെന്ന് വിജിലൻസ് അറിയിച്ചു. ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിന് ഇന്നലെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, എന്തായാലും ED രേഖകൾ കൈമാറിയിട്ടുണ്ട്. നേരത്തെ ഈ ശേഖർ കുമാറിനെ പ്രത്യക്ഷത്തിൽ ഈ കേസുമായി ബന്ധപ്പെടുത്താവുന്ന തെളിവുകളൊന്നുമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കേസ് കടുപ്പിക്കാൻ തന്നെയല്ലേ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്? വിശദാംശങ്ങൾ. ഇക്കാര്യത്തിൽ ഒരു ഭാഗത്ത് വലിയ തോതിലുള്ള തിരിച്ചടി വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം നേരിടേണ്ടി വന്നിരുന്നു. കാരണം വിജിലൻസിന് കൃത്യമായ തെളിവുകൾ ശേഖർ കുമാറിനെതിരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല.
മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചു. 1.5 മാസത്തിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് നടപടികൾ ഒന്നും തന്നെ എടുക്കാനും കഴിഞ്ഞിരുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തെളിവുകളുടെ അഭാവമായിരുന്നു. എന്നാൽ ഇതിനിടയിലും നടപടിക്രമങ്ങളുടെ ഭാഗമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇഡിയോട് ചില വിവരങ്ങൾ വിജിലൻസ് ആവശ്യപ്പെട്ടു. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ECIR, സാധാരണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്യുന്നത് ECIR ആണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഒപ്പം തന്നെ പരാതിക്കാരനെതിരെ ലഭിച്ചിട്ടുള്ള മൊഴികൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവയായിരുന്നു വിജിലൻസ് തേടിയിരുന്നത്. ഈ വിജിലൻസ് ആവശ്യപ്പെട്ട രേഖകളെല്ലാം തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിജിലൻസിനെ കൈമാറിയിരിക്കുന്നത്. പരാതിക്കാരനെതിരെ കള്ളപ്പണക്കേസിന്റെ ECIR, ഒപ്പം തന്നെ സമൻസ് വിവരങ്ങൾ നിരവധി തവണ സമൻസ് അയച്ചിരുന്നു. അതിൽ ഏതാനും തവണ മാത്രമാണ് ഹാജരായിട്ടുള്ളത്, അനീഫ് ബാബു ഹാജരായിട്ടുള്ളത് വ്യവസായി. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ഇപ്പോൾ വിജിലൻസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ എന്ന കാര്യമാണ് വിജിലൻസ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോടതി ഈ കേസ് പരിഗണിച്ചിരുന്ന ഘട്ടങ്ങളിൽ പ്രധാനമായും ചോദിച്ചിരുന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ശേഖർ കുമാറിനെതിരെ നടപടികൾ മുന്നോട്ട് പോകുന്നത്, ഒന്നാം പ്രതിയാക്കിയത് ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കൈക്കൂലി കേസിൽ ഒന്നാം പ്രതിയാക്കിയത് എന്നീ ചോദ്യങ്ങൾ പ്രധാനമായും ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. മാത്രമല്ല കേസിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ വിജിലൻസിനോട് പലതവണ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ ഘട്ടങ്ങളിലൊന്നും തന്നെ വിജിലൻസ് പ്രധാനപ്പെട്ട വിവരങ്ങൾ ഒന്നും തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നില്ല. ഇതിനിടയിലാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇഡിയോട് ചോദിച്ച വിവരങ്ങൾ ഇപ്പോൾ കൈമാറിയിട്ടുള്ളത്. എന്നാൽ ഇഡി വിജിലൻസിനോട് ആവശ്യപ്പെട്ട ചില വിവരങ്ങളുണ്ട്. ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമായി ചില വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിജിലൻസിനോടും തേടിയിരുന്നു. എന്നാൽ ആ വിവരങ്ങൾ വിജിലൻസ് ഇഡിക്ക് ഇതുവരെ കൈമാറിയിട്ടില്ല. CD ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ വിജിലൻസ് ആവശ്യപ്പെട്ട രേഖകൾ ED കൈമാറിയിരിക്കുന്നു. കേസിൽ കൂടുതൽ തെളിവ് ശേഖരണം നടക്കുകയാണെന്ന് വിജിലൻസ് അറിയിച്ചു. ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിന് ഇന്നലെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ അമർച്ച ചെയ്യാൻ നിർണായക നീക്കവുമായി മഹാരാഷ്ട്രയിലെ BJP സർക്കാർ സംസ്ഥാന നിയമസഭയിൽ സ്പെഷ്യൽ പബ്ലിക് സെക്യൂരിറ്റി ബിൽ പാസാക്കി. മാവോയിസ്റ്റുകളെ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് പ്രതികരിച്ചു. कायदा का झाला नाही? कारण माओवादी जी चळवळ आहे ही 8 राज्यात आहे. त्या 8 राज्यातल्या 5च राज्यात ती उरलेली आहे. त्यातल्या 4 राज्यांनी कायदा केलेला आहे, एक आपण उरलेलो. 60 ദിവസത്തെ വെടിനിർത്തൽ വൈകാതെ നടപ്പിലാക്കാനാകുമെന്ന പ്രതീക്ഷ പങ്കുവച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എല്ലാ ബന്ദികളുടെയും മോചനം സാധ്യമാകുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. ഹമാസ് മനുഷ്യ കവചമായി സ്വന്തം ജനതയെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞു. വെടിനിർത്തൽ ധാരണ ഉടൻ നടപ്പാക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചത്. 60 ദിവസത്തെ വെടിനിർത്തൽ നടപ്പാക്കുന്നതോടെ ആദ്യഘട്ടം ബന്ദികളുടെ മോചനം സാധ്യമാക്കാനാകും. തുടർന്നുള്ള 60 ദിവസത്തെ കാലയളവിൽ സംഘർഷം പൂർണ്ണമായും ഒഴിവാക്കാനാകുമെന്ന പ്രതീക്ഷയും ബെഞ്ചമിൻ നെതന്യാഹു പങ്കുവച്ചു. 50ഓളം ബന്ദികളാണ് ഇന്നും ഹമാസിന്റെ കസ്റ്റഡിയിൽ തുടരുന്നത്. ഇതിൽ പകുതിയോളം പേരും മരിച്ചു എന്നാണ് സൂചന. വെടിനിർത്തൽ സംബന്ധിച്ച് തുടർ ചർച്ചകൾ നടത്താൻ ഖത്തറും ഈജിപ്തും നടപടികൾ ആരംഭിക്കുമെന്ന വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഹമാസ് തുടരുന്ന സംഘർഷ തന്ത്രങ്ങൾക്കെതിരെ ശക്തമായ വിമർശനവും ബെഞ്ചമിൻ നെതന്യാഹു ഉയർത്തി. ആക്രമണം നടത്തുകയും ഭരിക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് ഹമാസ്. അവർ സ്വന്തം ജനതയെ മനുഷ്യകവചമായി ദുരുപയോഗം ചെയ്യുന്നു എന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഗാസ വിട്ടുപോകാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് അതിനുള്ള അവസരം ഒരുക്കുമെന്ന് അമേരിക്കൻ സന്ദർശന വേളയിൽ ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു. ഹമാസിനെ അധികാരത്തിൽ നിന്നും മാറ്റണമെന്ന സൂചനകൾ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ വ്യക്തമാവുന്നത്. ട്രംപുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മടക്കയാത്രയ്ക്ക് മുന്നോടിയായി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹു ഈ വിശദീകരണങ്ങൾ നടത്തിയത്. ട്രംപുമായുള്ള ചർച്ചകൾക്ക് ശേഷം മടക്കയാത്രയ്ക്ക് മുന്നോടിയായി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹു ഈ വിശദീകരണങ്ങൾ നടത്തിയതെന്നതും ശ്രദ്ധേയം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. കടലിൽ അകപ്പെട്ട അമേരിക്കൻ പൗരന്മാരെ രക്ഷിച്ച് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നിക്കോബാർ ദ്വീപുകളിലെ തെക്കോട്ട് 53 മൈൽ ദൂരത്ത് കുടുങ്ങി ദുരിതത്തിലായിരുന്ന 2 അമേരിക്കൻ പൗരന്മാരെയാണ് രക്ഷിച്ചത്. US സെയിലിംഗ് യാച്ച് ആയ സീ ഏഞ്ചലിലാണ് അമേരിക്കൻ പൗരന്മാർ കുടുങ്ങിയത്. ചെന്നൈയിലെ US കോൺസുലേറ്റ് വഴി സന്ദേശം ലഭിച്ചതോടെ ICG കപ്പൽ രാജ്വീർ പ്രവർത്തനത്തിനായി നിയോഗിച്ചു. സന്ദേശം ലഭിച്ച ഉടൻ കടലിലെ കഠിന സാഹചര്യങ്ങൾ മറികടന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തെ പരിഹസിച്ച പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനിനെതിരെ വിദേശകാര്യ മന്ത്രാലയം നിരുത്തരവാദപരമായ പരാമർശമാണ് നടത്തിയതെന്നും ഇന്ത്യയുടെ സൂത് രാജ്യങ്ങൾക്കെതിരായ പരാമർശത്തെ തള്ളിക്കളയുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം
വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കൊല്ലം കൊട്ടാരക്കരയിൽ വീണ്ടും തെരുവ് നായ ആക്രമണം. 6 പേർക്ക് കടിയേറ്റു. 70-കാരൻ്റെ മൂക്ക് നായ കടിച്ചു പറിച്ചു. ഗണപതി ക്ഷേത്രത്തിലെത്തിയ ഭക്തനും കടിയേറ്റു. എം മനോജ് ചേരുന്നു. മനോജ്, തെരുവ് നായകളുടെ അക്രമം പെരുകുകയാണ്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ കൊട്ടാരക്കരയിൽ വീണ്ടും തെരുവ് നായയുടെ ആക്രമണം. 70-കാരൻ്റെ മൂക്ക് നായ കടിച്ചു പറിച്ചു എന്ന വാർത്തയും ഞെട്ടിപ്പിക്കുന്നു. വിശദാംശങ്ങൾ. കൊട്ടാരക്കരയിൽ വീണ്ടും തെരുവ് നായ ആക്രമണം. 6 പേർക്ക് കടിയേറ്റു. 70-കാരൻ്റെ മൂക്ക് നായ കടിച്ച് പറിച്ചു. ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് കൊട്ടാരക്കരയിൽ നിന്ന് കേൾക്കുന്നത്. മനോജ്, വിശദാംശങ്ങൾ. കൊട്ടാരക്കര നഗരത്തിലാണ് ഇത്തരത്തിലൊരു തെരുവുനായ ആക്രമണം ഉണ്ടായത്. 6 പേർക്കാണ് കടിയേറ്റത്. ഇതിൽ തന്നെ പുനലൂർ സ്വദേശിയായിട്ടുള്ള കുശലകുമാരി, പുലമൺ സ്വദേശിയായിട്ടുള്ള ഗോപിനാഥൻ, സുരേഷ് കുമാർ, അതോടൊപ്പം ഈ സദാനന്ദപുരം സ്വദേശിയായിട്ടുള്ള സാം കുഞ്ഞ്, പാണ്ടിത്തിട്ട സ്വദേശിയായിട്ടുള്ള കുഞ്ഞുമോൻ, അതോടൊപ്പം തന്നെ ഒരു തമിഴ്നാട് സ്വദേശി എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതിലൊരു 70-കാരൻ്റെ മൂക്കിൽ ഈ നായ കടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ഈ ഗണപതി ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയ ഒരു ഭക്തനും പരിക്കേറ്റിട്ടുണ്ട്. രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ഈ നഗരത്തിൽ നേരത്തെയും ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. നിരന്തരമായി ഈ ഭാഗത്തൊക്കെ തെരുവുനായ ആക്രമണം തുടർന്നു വന്നിട്ടും അധികാരികൾ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. എന്തായാലും പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ കുഞ്ഞു കുട്ടികൾക്കടക്കം തെരുവുനായയുടെ കടിയേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കൊല്ലം ജില്ലയിലെ തന്നെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. പക്ഷേ അതിൽ കൃത്യമായൊരു ശാശ്വതമായൊരു പരിഹാരം കാണാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരെല്ലാം ഉന്നയിക്കുന്ന പരാതി. എത്രയും വേഗം തന്നെ ഇത്തരത്തിൽ തെരുവുനായകൾ ഉണ്ടെങ്കിൽ ആ ശല്യം അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അനന്ത്യ. തളം തെറ്റി കാരുണ്യ പദ്ധതി. സംസ്ഥാനം പണം നൽകാത്തത് പ്രതിസന്ധിക്ക് കാരണമാകുന്നു. കുടിശ്ശിക തീർക്കാൻ 568 കോടി വേണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല. 100 കോടി മാത്രമാണ് നൽകിയത്. നിലവിൽ സംസ്ഥാനത്തിൻ്റെ കുടിശ്ശിക 1000 കോടി രൂപയ്ക്ക് മുകളിലാണ്. കേന്ദ്ര സർക്കാർ കുടിശ്ശിക വരുത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി തുറന്ന് സമ്മതിച്ചിരുന്നു. സംസ്ഥാനത്തെ സാധാരണക്കാരായ രോഗികൾ ഏറെ ആശ്രയിച്ചിരുന്ന പദ്ധതിയാണ് ഇപ്പോൾ നിലച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ തന്നെ 1000 കോടി രൂപയ്ക്ക് മുകളിലാണ് കാരുണ്യ പദ്ധതിയിലെ കുടിശ്ശിക. ഇതിൽ സ്വകാര്യ ആശുപത്രികൾക്ക് മാത്രം 700 കോടിക്ക് മുകളിൽ കുടിശ്ശികയുണ്ട്. ഇതിനാൽ സ്വകാര്യ ആശുപത്രികൾ പദ്ധതിയോട് മുഖം തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് 568 കോടി ഉടൻ ആവശ്യപ്പെട്ട് പദ്ധതി ഡയറക്ടർ സർക്കാരിന് കത്ത് നൽകിയത്. എന്നാൽ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ല. ആകെ 100 കോടി മാത്രമാണ് അനുവദിച്ചത്. ഇതുകൊണ്ട് എന്ത് ചെയ്യാനാകുമെന്ന് ആരോഗ്യവകുപ്പിനും വ്യക്തതയില്ല. കേന്ദ്ര സർക്കാർ കൃത്യമായി കാരുണ്യ പദ്ധതിക്ക് പണം നൽകുന്നതായി ആരോഗ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സംസ്ഥാനം വീഴ്ച വരുത്തുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധവുമായി ഇടതനുകൂല സംഘടന. ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മെഡിക്കൽ കോളേജിൽ നടക്കുന്ന അനധികൃത നിയമനത്തിന് എതിരെയായിരുന്നു പ്രതിഷേധം. മെഡിക്കൽ കോളേജിലെ PMSSY ബ്ലോക്കിലേക്ക് നഴ്സുമാരെ ഏജൻസി വഴി നിയമിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് KGNAയുടെ പ്രതിഷേധം. PSC റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ പിൻവാതിൽ നിയമനം നടത്താനുള്ള ഇടതു സർക്കാരിന്റെ നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം. ഇടതു തൊഴിലാളി സംഘടനയായ CITU സംസ്ഥാന കമ്മിറ്റി അംഗം N ഗിരീഷാണ് സർക്കാരിനെതിരായ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തത്. രോഗി പരിചരണത്തിന്റെ ഗുണനിലവാരത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഇടപെടലിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും 24 മണിക്കൂറും കണ്ണിമ ചിമ്മാതെ ആ രോഗിക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷനുകളാണെങ്കിലും ഫ്ലൂയിഡ്സ് ആണെങ്കിലും എല്ലാം കൃത്യമായിട്ട് മോണിറ്ററിംഗ് സംവിധാനത്തിലൂടെയാണ് നഴ്സുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ മാത്രമാണ് രോഗിയുടെ ജീവൻ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത്തരത്തിലൊരു സംവിധാനത്തിൽ കൂടെ പോകുമ്പോൾ ഇത്തരത്തിൽ പുറം കരാർ നിയമനം വന്നാൽ ആ നഴ്സിംഗിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. PSCയുടെ മുഖേന വരുന്ന ആളുകൾക്കുള്ള ക്വാളിറ്റി അത്തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധ്യമാകുകയില്ല. അപ്പോൾ അതുകൊണ്ട് കൂടി നമ്മൾ PSC നിയമനങ്ങളെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. കൃത്യമായിട്ട് നഴ്സിംഗിൻ്റെ ക്വാളിറ്റി നമ്മുടെ കേരളത്തിൻ്റെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റുമാറ് നല്ല രീതിയിൽ തന്നെ കേരളത്തിൻ്റെ ആരോഗ്യരംഗം മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം.
നിയമനം ഏജൻസിക്ക് വിടാനുള്ള തീരുമാനത്തിനെതിരെ സർക്കാരിന് നിവേദനം നൽകിയിരുന്നു. നിയമന നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധം. കഷ്ടപ്പെട്ട് പഠിച്ച് PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റേത് എന്ന വിമർശനമാണ് ശക്തമാകുന്നത്. ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്ററെയും ഹെൽത്ത് മിനിസ്റ്ററെയൊക്കെ ഞങ്ങൾ കണ്ട് നിവേദനങ്ങൾ സമർപ്പിച്ചതാണ്. ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഞങ്ങൾക്ക് തന്നെ തരണം, ഞങ്ങളുടെ ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി തീരുന്നതിന് മുന്നേ തന്നെ അത് തരണമെന്ന അപേക്ഷ ഞങ്ങൾ ഒരുപാട് കൊടുത്താണ്. അങ്ങനെ അത്രയേറെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ നോക്കിയിരുന്നത്. ഈ ലിസ്റ്റ് ഇത് ഞങ്ങൾക്ക് തന്നെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ. അവസാനം ഗവൺമെൻറ് ഓർഡർ ഇറങ്ങിയപ്പം അത് ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ട് ഞങ്ങളെ അതിനോട്ട് തീരെ പരിഗണിക്കാത്തൊരവസ്ഥയുണ്ടായി. അതിൽ ഞങ്ങൾക്ക് ഏറെ വിഷമമുണ്ട്, അതുപോലെ നിരാശയാണ്. കാരണം ഒരുപാട് പേരുടെ ഏജ് ഓവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി ഒരു എക്സാം എഴുതാൻ പറ്റത്തില്ല. നിയമനം ഏജൻസിയെ ഏൽപ്പിച്ചുകൊണ്ട് സർക്കാർ മെയ് 21 ഇറക്കിയ ഉത്തരവ് പിൻവലിക്കണമെന്നാണ് പ്രധാന ആവശ്യം. താൽക്കാലിക നിയമനം നിർത്തിവെച്ച് നിയമനം PSCക്ക് വിടണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് KGNAയുടെ തീരുമാനം. ജനം, കോഴിക്കോട്. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട JS സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നൽകണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച നഷ്ടപരിഹാര തുകയായ 7 ലക്ഷം രൂപ ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവെച്ച് സർക്കാർ. ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് നടപടി. ജൂലൈ 4 തന്നെ തുക കെട്ടിവെച്ചുവെന്ന് സർക്കാർ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ പരാതിക്കാരൻ സന്ദീപ് വാചസ്പതിക്കും JS സിദ്ധാർത്ഥന്റെ കുടുംബത്തിനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ഹർജിയിൽ എതിർകക്ഷികൾ 4 ആഴ്ചക്കകം മറുപടി നൽകണം. ചേർത്തലയിൽ അമ്മയും അമ്മൂമ്മയും ക്രൂരമായി മർദ്ദിച്ചെന്ന് 6 വയസ്സുകാരൻ. ചേർത്തല ഗവൺമെൻറ് LP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഉപദ്രവിക്കുന്ന വിവരം PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരോട് തുറന്നു പറഞ്ഞത്. നേരത്തെ രണ്ടാനച്ഛൻ കുട്ടിയെ ഉപദ്രവിച്ചതിന് പോലീസ് പിടിയിലായിരുന്നു. കഴിഞ്ഞ മെയ്യിൽ രണ്ടാനച്ഛൻ്റെ ക്രൂരമർദ്ദനത്തിൽ കൈക്ക് ക്ഷതമേൽക്കുകയും വിവരം സ്കൂൾ PTA അധികൃതരോട് കുട്ടി പറയുകയും ചെയ്തിരുന്നു. PTA നൽകിയ പരാതിയിൽ ചേർത്തല പോലീസ് ഇടുക്കി സ്വദേശിയായ ജെയ്സണെ അറസ്റ്റ് ചെയ്തു. പിന്നീട് ജെയ്സൺ റിമാൻഡിൽ കഴിയുമ്പോൾ മരിച്ചു. ഇത് കുട്ടി കാരണമാണെന്ന തോന്നൽ ഇപ്പോൾ അമ്മയിൽ നിന്നും അമ്മൂമ്മയിൽ നിന്നും മർദ്ദനമേൽക്കാൻ കാരണമാകുന്നതായാണ് സൂചന. കാരണമില്ലാതെ അമ്മയും അമ്മൂമ്മയും മർദ്ദിക്കുന്നതായാണ് മുറിവേറ്റ മുഖവുമായി കുട്ടി പറയുന്നത്. മോന്റെ കഴുത്തേലും ഇവിടത്തേക്ക് പാടെ മുറിവ് എങ്ങനെ സംഭവിച്ചതാ? കഴുത്തിലെ പാടോ? അത് കഴുത്തിന് കുത്തി പിടിച്ചല്ലേ? ഈ അമ്മ എപ്പോഴും മോനെ തല്ലുവോ? തല്ലുവോ? എന്തിനാ തല്ലുന്നവരങ്ങനെ? വെറുതെ എന്ത് ചെയ്യും? അടിക്കുമല്ലേ? ആരൊക്കെ അടിക്കും? ചേർത്തല നഗരസഭ 13ാം വാർഡ് സ്വദേശിനിയാണ് അമ്മ. ലോട്ടറി വിൽപ്പനയ്ക്കായി പോകുമ്പോൾ അടുത്തുള്ള കടയിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചാണ് പോകാറ് പതിവ്. കടയിലുണ്ടായിരുന്ന സ്ത്രീയോടാണ് കുട്ടി കാര്യങ്ങൾ പറഞ്ഞത്. അവർ PTA പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അറിയിച്ചു. ചൈൽഡ് ലൈൻ പ്രവർത്തകരും മർദ്ദന വിവരം സ്ഥിരീകരിച്ചു. ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കും. ജനം, ആലപ്പുഴ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വിവരങ്ങൾ തേടി അറ്റോർണി ജനറൽ. തിങ്കളാഴ്ച സുപ്രീം കോടതി കേസ് പരിഗണിക്കാനിരിക്കെയാണ് നടപടി. വധശിക്ഷ വ്യാഴാഴ്ച നടപ്പാക്കാൻ യമനിലെ കോടതി തീരുമാനിച്ചിരുന്നു. ഇടപെടൽ തേടി പ്രധാനമന്ത്രിക്കും വിദേശകാര്യ മന്ത്രാലയത്തിനും പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂർ ഭാസ്കര കാരണവ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഷെറിന് മോചനം, ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാനുള്ള മന്ത്രിസഭായോഗ തീരുമാനം അംഗീകരിച്ച് ഗവർണർ. 2009 നവംബർ 7 ഷെറിൻ്റെ ഭർത്തൃപിതാവായ കാരണവർ വില്ലയിൽ ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടത്. മരുമകൾ ഷെറിൻ 1ാം പ്രതിയും ഷെറിൻ്റെ കാമുകന്മാരും കൊലപാതകത്തിൽ പ്രതികളായിരുന്നു. വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കേസായിരുന്നു ഇത്. ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാനാണ് ഗവർണറുടെ അനുമതി. സർക്കാർ ശുപാർശ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അംഗീകരിച്ചു. ജീവപര്യന്തം തടവിന്റെ ഏറ്റവും കുറഞ്ഞ കാലമായ 14 വർഷം പൂർത്തിയായതിനു പിന്നാലെയാണ് ഷെറിൻ സ്വതന്ത്രയാകുന്നത്.
ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭായോഗം നേരത്തെ തീരുമാനിച്ചത് വിവാദമായിരുന്നു. 14 വർഷം ശിക്ഷ പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് മോചനം. 2009 നവംബർ 7-നാണ് ഷെറിന്റെ ഭർത്തൃപിതാവ് കൂടിയായ കാർണവർ വില്ലയിൽ ഭാസ്കര കാർണവർ കൊല്ലപ്പെട്ടത്. മരുമകൾ ഷെറിൻ 1-ാം പ്രതിയും ഷെറിന്റെ കാമുകന്മാരും കൊലപാതകത്തിൽ പ്രതികളായിരുന്നു. വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കേസായിരുന്നു ഇത്. കാരണവരുടെ കൊലപാതകത്തിൽ അതിവേഗം തന്നെ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചു. വീടിനകത്തുള്ള ആരുടെയെങ്കിലും സഹായമില്ലാതെ നായ്ക്കളുള്ള വീട്ടിലെത്തി ഭാസ്കര കാരണവരെ കൊല്ലാൻ കഴിയില്ലെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. തുടർന്ന് മരുമകൾ ഷെറിനെയും സുഹൃത്തുക്കളെയും പിടികൂടി. ഷെറിന്റെ ബന്ധങ്ങൾ ഭാസ്കര കാരണവർ എതിർത്തതായിരുന്നു പ്രകോപനം. കേസിലെ 1-ാം പ്രതിയായ ഷെറിന് തുടർച്ചയായി പരോളുകൾ നൽകിയതും വിവാദമായിരുന്നു. വിവിധ ജയിലുകളിൽ പ്രശ്നമുണ്ടാക്കിയ ഷെറിനെ ഒടുവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. ശിക്ഷാ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിൽ ഷെറിൻ നേരത്തെ നൽകിയ പരാതി കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഇളവ് നൽകാനുള്ള തീരുമാനമെടുത്തത്. ജനം, തിരുവനന്തപുരം. കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ ഓഫീസ് സ്റ്റാഫ് ആത്മഹത്യ ചെയ്ത നിലയിൽ. ഓഫീസ് അസിസ്റ്റന്റ് ബിജു ആണ് മരിച്ചത്. തിരുവനന്തപുരം നന്ദാവനത്തെ ക്വാർട്ടേഴ്സിലെ അടുക്കളയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം. നവഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് രാജീവരരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. 13-ാം തീയതി പകൽ 11-നും 12-നും മധ്യേയുള്ള മുഹൂർത്തത്തിലാണ് നവഗ്രഹ പ്രതിഷ്ഠാ കർമ്മം നടക്കുക. നാളെ പ്രതിഷ്ഠയോടനുബന്ധിച്ച പ്രത്യേക പൂജകൾ നടക്കും. നിലവിലുള്ള നവഗ്രഹ ശ്രീകോവിൽ മാറ്റി പ്രതിഷ്ഠിക്കണമെന്ന ദേവപ്രശ്ന വിധി പ്രകാരമാണ് പുതിയ നവഗ്രഹ ശ്രീകോവിൽ നിർമ്മിച്ചത്. പ്രതിഷ്ഠയോടനുബന്ധിച്ച പൂജകൾ പൂർത്തിയാക്കി 13-ന് രാത്രി 10 മണിക്ക് നടയടക്കും. കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്തേക്ക് മലിനജലം ഒഴുക്കിവിട്ട് കോർപ്പറേഷൻ. റോഡരികിലെ തോട്ടിലെ മാലിന്യം നിറഞ്ഞ വെള്ളമാണ് മാനാഞ്ചിറയിലേക്ക് ഒഴുക്കിവിട്ടത്. മോട്ടോർ ഉപയോഗിച്ചാണ് വെള്ളം മാനാഞ്ചിറയിലേക്ക് ഒഴുക്കിയത്. ദിസ്ന സുരേഷ് ആയിരുന്നു. ദിസ്ന, വിശദാംശങ്ങൾ. മാനാഞ്ചിറ മൈതാനം കോഴിക്കോട്ടുകാർക്കെല്ലാം സുപരിചിതമാണ്. അവിടത്തേക്കാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ മാനാഞ്ചിറ മൈതാനത്തേക്ക് ഡ്രെയിനേജ് വെള്ളം ഒഴുക്കി വിട്ടു എന്നതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. റോഡ് ഡ്രെയിനേജിലെ അഴുക്ക് വെള്ളമാണ് ഈ മാനാഞ്ചിറയിലേക്ക് ഒഴുക്കി വിട്ടത്. മോട്ടോർ ഉപയോഗിച്ച് ഈ അഴുക്കുവെള്ളം മാനാഞ്ചിറയിലേക്ക് ഒഴുക്കിയത് കണ്ട അവിടെയുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഈ വീഡിയോ എടുത്തത്. തുടർന്ന് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ കോർപ്പറേഷൻ ഏൽപ്പിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി ചെയ്തത് എന്നാണ് ഈ കരാറുകാരൻ ആ വീഡിയോയിൽ പറയുന്നത്. എന്തായാലും കോർപ്പറേഷനുമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട കോർപ്പറേഷൻ അധികൃതരോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഒന്നും തന്നെ ഇതുവരെ തന്നിട്ടില്ല. കുറച്ച് സമയം കഴിഞ്ഞ് അതിന്റെ ഒരു പ്രതികരണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനിൽ നമ്പ്യാർ. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ഭേദപ്പെട്ട നിലയിൽ ആദ്യ ദിനം അവസാനിക്കുമ്പോൾ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് 4 വിക്കറ്റ് നഷ്ടത്തിൽ 251 റൺസ് എന്ന നിലയിലാണ്. 99 റൺസുമായി ജോ റൂട്ടും 39 റൺസുമായി ബെൻ സ്റ്റോക്സുമാണ് ക്രീസിൽ. ഇന്ത്യക്ക് വേണ്ടി നിതീഷ് കുമാർ റെഡ്ഡി 2 വിക്കറ്റുകളും ബുംറയും ജഡേജയും ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. അതേസമയം പരിക്കേറ്റ ഇന്ത്യൻ ഉപനായകൻ ഋഷഭ് പന്ത് കളം വിട്ടിരുന്നു. നിലവിൽ മെഡിക്കൽ ടീമിൻ്റെ നിരീക്ഷണത്തിലാണ് പന്ത്. വാർത്ത ഇവിടെ പൂർണ്ണമാവുന്നു. വാർത്തകൾ തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നന്ദി, നമസ്തേ.